നമസ്കാരം ഡിയർ ഓൾ. പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾക്കും ജൂനിയർ ഡോക്ടേഴ്സിനും അതുപോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും നമസ്കാരം. അതോടൊപ്പം നമ്മുടെ പൂർവികരായ എല്ലാ ഗുരുക്കന്മാരെയും എൻ്റെ ചങ്ങമ്പള്ളി പാരമ്പര്യത്തിൽ എൻ്റെ മുന്നിൽ ഗുരുക്കന്മാരായും പിതാമഹന്മാരായും ഈ ഒരു പ്രൊഫഷനിലേക്ക് നയിച്ച എല്ലാവരെയും നമിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ചെറിയ ക്ലാസ് ആരംഭിക്കുകയാണ്. 20 മിനിറ്റാണ് എനിക്ക് അനുവദിച്ചിട്ടുള്ളത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ ആയുർവേദം എന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് മനുഷ്യ സമൂഹത്തിന് വേണ്ടിയിട്ട് പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു അന്വേഷണവും അതിൻ്റെ ഭാഗമായി ആയുർവേദത്തിലൂടെ നേടിയെടുത്ത് ഞാൻ വന്ന വഴിയിൽ എങ്ങനെയാണ് ആയുർവേദത്തിൻ്റെ ഇൻട്രിക്കേറ്റഡ് ഡിസോർഡേഴ്സ് എന്ന് വെച്ചാൽ സങ്കീർണമായ രോഗങ്ങൾ ആയുർവേദത്തിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ വന്ന വഴിയിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ ചെറിയ ഒരു അംശമാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇൻട്രിക്കേറ്റഡ് ഡിസോർഡേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. ഇതിൽ ഇൻട്രിക്കേറ്റഡ് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ക്രോണിക് ഇൽനെസ്, അതുപോലെ സങ്കീർണമായ രോഗങ്ങൾ. നമ്മളിപ്പോൾ ആയുർവേദത്തിൻ്റെ 2 ഭാഗമായിട്ട് നമുക്ക് പറയാം. ഒരു പുറംചട്ട എന്ന മാതിരി നമ്മൾ കാണുകയാണെങ്കിൽ ആയുർവേദം എന്ന മഹാപുസ്തകത്തിൻ്റെ ഒരു പുറംചട്ട കൊണ്ട് മാത്രമാണ് ഇന്നുള്ള ആളുകൾ പലരും നമ്മുടെ സമൂഹത്തിൽ ആയുർവേദത്തെ കാണുന്നത്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഒരു പുറംചട്ട നോക്കിയിട്ട് ഒന്നിനെയും വിലയിരുത്താൻ പറ്റില്ല, ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നത് ഈ പുറംചട്ട കൊണ്ടുള്ള വിലയിരുത്തലാണ്. നമുക്കറിയാം, നമ്മൾ ആയുർവേദ എല്ലാ ഡോക്ടേഴ്സിനും അറിയാം, ശമനം ശോധനം എന്നുള്ള 2 രീതിയിലാണല്ലോ നമ്മൾ ചികിത്സ കാണുന്നത്. അതേപോലെ തന്നെ ഒരു എഫക്റ്റാണ് ഒന്ന് സിംപ്ലിസിറ്റി, ആയുർവേദത്തിൻ്റെ സിംപ്ലിസിറ്റിയും അതേസമയം അതിൻ്റെ കോംപ്ലക്സിറ്റിയും. സിംപ്ലിസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന, സാധാരണ ഡോക്ടേഴ്സ് അല്ലാത്തവർക്ക് പോലും ഒരുപാട് ചികിത്സകൾ അറിയാം. ഈ ചികിത്സകളെ നമ്മൾ നാട്ടു ചികിത്സ എന്നും, നമ്മൾ BAMSO അതിനപ്പുറമോ പഠിച്ചിട്ട് ചെയ്യുന്ന ചികിത്സകളെ അതിൻ്റെ കോംപ്ലക്സിറ്റി ചികിത്സിക്കേണ്ട ഡോക്ടേഴ്സായിട്ട് നമ്മൾ തന്നെ വിലയിരുത്തണം. ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കുകളിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, എല്ലാവരും വന്നിട്ട് കൂടുതൽ ആളുകളും ചോദിക്കുന്നത് മുടികൊഴിച്ചിലിന് മരുന്നുണ്ടോ, താരന് മരുന്നുണ്ടോ, അതല്ലെങ്കിൽ വിശപ്പിന് മരുന്നുണ്ടോ എന്നൊക്കെയാണ്. ഞാൻ മുമ്പ് ഒരു ഡോക്ടർ പറഞ്ഞൊരു കാര്യം കൂടി ഇവിടെ ഓർക്കുകയാണ്. ഒരു ഡോക്ടർ ബസ്സിൽ വെച്ചിട്ട് ഒരാളെ പരിചയപ്പെട്ടു. ഒരു ആയുർവേദ ഡോക്ടറാണ്, പഴയ ഡോക്ടറാണ്, മുൻകാലത്തെ BAM ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിനോട് ഒരുപാട് സമയം അദ്ദേഹം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആയുർവേദത്തിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ കൂടെ അന്ന് പരിചയപ്പെട്ട ആൾ ചോദിച്ചു, എൻ്റെ ഭാര്യയ്ക്ക് മുടികൊഴിച്ചിലുണ്ട്, ഒരു മരുന്ന് പറഞ്ഞു തരുമെന്ന്. ഡോക്ടർ പറഞ്ഞത്ര, ഞാൻ മരുന്ന് പറഞ്ഞു തരില്ല, ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇതിൽ എങ്ങനെയാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മറ്റ് ശാസ്ത്രങ്ങൾ, ഇതിൻ്റെ ഫിലോസഫി എല്ലാം പറഞ്ഞിട്ട് ഈ മുടികൊഴിച്ചിലിന് മരുന്ന് പറയാനുള്ള ഒരാളല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരില്ല എന്നാണ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു അടുത്ത് വായിച്ചതാണ്. പിന്നീട് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് എല്ലാവരും നമ്മളെ കാണുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഡിസീസിനെ ട്രീറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസീസ് എടുക്കണം, എന്തുകൊണ്ട് നമ്മളത് ട്രീറ്റ് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസീസ് നമുക്ക് ചികിത്സിക്കാൻ പറ്റാത്തതല്ല. അതിന് വേണ്ട ബേസിക് നോളജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രിദോഷ സിദ്ധാന്തം തന്നെയാണ്. അഗ്നി, ദോഷം, ദൂഷ്യം, സ്രോതസ് ഇവയെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള അറിവുകൾ മനസ്സിലാക്കുകയും അത് വെച്ച് ചികിത്സിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം രോഗങ്ങളെ ചികിത്സിക്കാൻ പറ്റും. ഒരു ഉദാഹരണത്തോടെ ഇന്നത്തെ എൻ്റെ ഒരു കാര്യത്തിൽ ഒരു കഥ പറയാം. ഇന്നിപ്പോൾ രാവിലെ എനിക്ക് വമനം ഉണ്ടായിരുന്നു. ആ പേഷ്യൻ്റ് ഒരു ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻ്റാണ്. എന്ന് വെച്ചാൽ അവർ വളരെ അവിചാരിതമായിട്ടാണ് ഇന്ന് അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. അത് ഒരു ക്യാമ്പിൽ അവരെ ഇങ്ങനെ ബ്രസ്റ്റ് സ്ക്രീനിങ് ഉണ്ടായിരുന്നു. ആ സ്ക്രീനിങ് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് 2 ബ്രസ്റ്റിലുമായിട്ട് ബൈലാറ്ററൽ ഒരുപാട് ലംസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഈ ലംസ് അവർ വീണ്ടും ഈ ടീമുണ്ടല്ലോ, സ്ക്രീനിങ്ങിൻ്റെ ടീം ഇവരെ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വീണ്ടും വിളിക്കുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ലംബുണ്ട്, അത് ട്രീറ്റ് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു നിർബന്ധം പോലെ. അങ്ങനെ അവർ പോയി ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു. അപ്പം ചിലതിലൊക്കെ പോസിറ്റീവും ചിലതിൽ നെഗറ്റീവും എന്നുള്ള രീതിയിലാണ്. പക്ഷേ ട്യൂമർ മാർക്കേഴ്സ് എല്ലാം നെഗറ്റീവാണ്. ബയോപ്സിയുടെ ഒരു പോയിന്റിൽ മാത്രം
അവർക്ക് പോസിറ്റീവായിട്ടുണ്ട്. അതേസമയം HER2 ER PR എല്ലാം നെഗറ്റീവുമാണ്. അപ്പോൾ ഇത്തരം ഒരു കേസിൽ കറക്റ്റായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ബ്രദർ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് എന്നെ വീണ്ടും പറഞ്ഞാക്കി. ഇതൊക്കെ നോമ്പിനാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവരുടെ വീട്ടിൽ ഈ ലേഡി എന്ന് പറഞ്ഞാൽ അവർ ആ ഫാമിലിയുടെ ഒരു നെടുന്തൂണാണ്, ഒരു ബിസിനസ് ലേഡിയാണ്. അവർ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സിറ്റുവേഷനിലേക്ക് പോവുകയാണ്. സാധാരണ നിലയ്ക്ക് ഒരു ക്യാൻസർ ഡയഗ്നോസ് ചെയ്താൽ രോഗി മാത്രമല്ല ഫാമിലി മൊത്തം ഇതിൻ്റെ വേദന അനുഭവിക്കുന്നതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലാണ് അവരെന്നെ കാണാൻ വരുന്നത്. എന്നെ നേരത്തെ പരിചയമുള്ളവരും ഇവരെ വീട്ടിൽ തന്നെ ഇവരുടെ 3 മെമ്പേഴ്സിനെ ബ്രസ്റ്റ് ക്യാൻസറായിട്ട് ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 3ഉം കംപ്ലീറ്റ് ക്യൂർ ആയതാണ്. ഇതിൻ്റെയൊക്കെ റെക്കോർഡ്സ് നമ്മളതിലുണ്ട്. ആ ഒരൊറ്റ ധൈര്യത്തിലാണ് അവരെന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ വീണ്ടും ഞാൻ പറയാം, ഇൻട്രിക്കേറ്റഡ് ഡിസോർഡർ അല്ലെങ്കിൽ സങ്കീർണത എന്ന് പറഞ്ഞാൽ ഡിസോർഡറിന് മാത്രമല്ല ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറും ഈ സങ്കീർണതകൾ മുഴുവൻ അനുഭവിക്കണം. കാരണം എന്താ വെച്ചാൽ ഇവർ വളരെയധികം നമ്മളെ ആശ്രയിച്ചിരിക്കുകയാണ്. ഡോക്ടർ ചെയ്താൽ മതി. പക്ഷെ നമുക്ക് ഇത്തരം രോഗങ്ങളിൽ പൂർണ്ണമായിട്ട് മാറുമോ എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ പൂർണ്ണമായിട്ട് മാറും എന്ന് നമുക്കൊരാൾക്കും ഉറപ്പ് കൊടുക്കാൻ പറ്റില്ല. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഡോക്ടേഴ്സാണ്. എല്ലാ കേസിലും ഒരു പനിയായിട്ട് വന്നാൽ പോലും പൂർണ്ണമായിട്ട് ഞാൻ ഈ രോഗം മാറ്റിത്തരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേ സിറ്റുവേഷൻ തന്നെ ആയിരുന്നു ഇതിൽ. അങ്ങനെ എന്തായാലും അവർ പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലായല്ലോ. പിന്നെ ചില ടെസ്റ്റിൽ ബയോപ്സി പോസിറ്റീവാണ്, മീൻസ് ഡക്സൽ കാർസിനോമ എന്നാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും ട്രീറ്റ്മെൻറ്റ് ഡോക്ടർക്ക് തന്നെ, ഞങ്ങൾ വേറെ പോകുന്നില്ല എന്ന് പറഞ്ഞു. ആ ഒരു ഉറപ്പിൽ ഞാൻ ഇപ്പോൾ നോമ്പിൻ്റെ തുടക്കത്തിലാണ് ഇത് ഉണ്ടായത്. അവർ പറഞ്ഞു പെരുന്നാൾ കഴിയുന്നവരെ ഡോക്ടർ മരുന്ന് കഴിക്കാം, അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റിന് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ പോയത്. അത് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് മെഡിസിൻ കൊടുത്തു. പെരുന്നാൾ കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ അവർ ടെസ്റ്റ് ചെയ്തു. വീണ്ടും ബയോപ്സി എടുത്തു. ബയോപ്സി നെഗറ്റീവായിരുന്നു. അതിലവർക്ക് വളരെ ആശ്വാസം വന്നു, ഉറപ്പായി. പക്ഷേ ലംസ് വീണ്ടും ഉണ്ട്. പക്ഷെ നമ്മളിത് ഏത് സ്റ്റേജിലും ക്യാൻസറായി മാറാനുള്ള സാധ്യത നമ്മളെപ്പോഴും തള്ളിക്കളയാൻ പറ്റില്ല. റീസെൻറ്റ് കേസിൻ്റെ കാര്യമായതുകൊണ്ടാണ് ഞാനത് ഈ രീതിയിൽ പറയുന്നത്. അങ്ങനെ ഇന്ന് അവർക്ക് വമനമായിരുന്നു. അപ്പോൾ വമനത്തിന് നമ്മൾ ഈ പേഷ്യൻറ്റിനെ എടുക്കുമ്പോൾ അതിൻ്റെ റിസ്ക് ഹൈ റിസ്ക് ഉണ്ട്. കാരണം നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. എന്നിട്ടും ഇങ്ങനെ ഒരു കേസ് എടുക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആയുർവേദം എന്ന മഹാശാസ്ത്രത്തിൽ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അതിൻ്റെ തിയറികൾ ഡീകോഡ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ധൈര്യം മാത്രമാണ്. നമ്മൾ ഒരു ഡോക്ടറുടെ എന്താണ് ഒരു ഡോക്ടർ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് അതിൻ്റെ എക്സലൻസ് ഇൻ നോളജ്, രണ്ടാമത്തത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, മൂന്നാമത്തത് മേഴ്സി, ഭയങ്കരമായിട്ടുള്ളൊരു കാരുണ്യം, അതും കഴിഞ്ഞിട്ട് കമ്മ്യൂണിക്കേഷൻ. അത് ഏത് വിധത്തിൽ ഇവർക്ക് സത്യസന്ധമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് ഇവരോട് പറയാൻ പറ്റും, അതാണ് നോക്കേണ്ടത്. ഈ 4 കാര്യങ്ങളിലൂടെ കടന്നു പോയ ശേഷമാണ് ഇന്ന് അവരുടെ വമനം ചെയ്തത്. വമനത്തിന് രാവിലെ പോയി 5 മണിക്ക് ഞാൻ 5-5:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അത് കഴിഞ്ഞ് വമനം ചെയ്ത് കഴിഞ്ഞ് ഭയങ്കര കോംപ്ലിക്കേഷനായിരുന്നു. പേഷ്യൻ്റ് വമനത്തിലുള്ള മെഡിസിൻ കൊടുത്തു. വമനോതെറപ്പി ഞാൻ ഈ കേസിൽ ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് എല്ലാവരും ഉള്ളതുകൊണ്ട് അറിവിന് വേണ്ടി പറയുകയാണ്. സാധാരണ നമ്മൾ കൊടുക്കുന്ന മദനഫലം, വയമ്പ്, ജീമൂതകം കൂടി ഇതിന് ചേർത്തിരുന്നു. പിന്നെ ഇന്ദുപ്പ്, തേന്, അതിൻ്റെ കോമ്പിനേഷനിൽ തന്നെ എടുത്തത്. പക്ഷേ ഈ ഒരു കേസിൽ അവർക്ക് വമനദ്രവ്യം കൊടുത്തു കഴിഞ്ഞ് സാധാരണ നമ്മൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫസ്റ്റ് സ്നേഹപാനം കഴിഞ്ഞ് വമനത്തിന് വരുമ്പോൾ അവർക്ക് BP വളരെ കൂടിയിട്ടാണ് നിൽക്കുക. മെഡിസിൻ കൊടുത്തു കഴിയുമ്പോൾ ഛർദിയുടെ മുമ്പായിട്ട് BP കുറയും. പിന്നെ കോംപ്ലിക്കേഷൻ വരുമ്പോൾ അവർ ഛർദിച്ചുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിൻ്റെ ഇടയിൽ BP കൂടും. പിന്നെ ലാസ്റ്റ് നമ്മൾ കറക്റ്റായിട്ട് ഉത്തമ വമനമായിട്ട് വരുമ്പോഴത്തേക്ക് BP നോർമലാകും. ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകണം. ഇതിനിടയിൽ പേഷ്യൻറ്റിന് ഇന്ന് BP വന്നത് 200/100 ആയിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എനിക്ക് എൻ്റെ ഉള്ളിൽ പേടിയുണ്ട്. പേടിയെന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു കരുതലാണ്. പേടിയെന്ന് തന്നെ വേണം പറയാൻ. കരുതലോട് കൂടിയ ഒരു പേടി തന്നെയാണ്. അങ്ങനെ നമുക്ക് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ഡിസീസ് എടുത്തിട്ട് ട്രീറ്റ് ചെയ്യണതിൻ്റെ ഒരു റിസ്ക്കാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷെ അവിടെ നമുക്ക് സമാധാനം തരുന്നത് നമ്മൾ അതിൻ്റെ പേരിൽ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ എല്ലാ ആസ്പെക്റ്റും, കോംപ്ലിക്കേഷൻ വന്നാൽ എന്ത് ചെയ്യും, മോഡേൺ ആസ്പെക്റ്റിൽ എന്താണ്, പോസ്റ്റ് മോഡേൺ ആസ്പെക്റ്റിൽ എന്താണ്, നമ്മുടെ ഒരു ശരീരം എന്ന് പറയുമ്പോൾ ഒരു ബയോളജിക്കൽ ബോഡി എന്നതിനപ്പുറം ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ പാർട്ടായിട്ടുള്ള ഫിസിക്കൽ ആസ്പെക്റ്റ് എന്താണ്, അതിലെ ഫിസിക്സ്, കെമിസ്ട്രി, അതിനേക്കാളെല്ലാം ഉപരി നമ്മൾ പറയുന്ന പദാർത്ഥ വിജ്ഞാനം, ഫിലോസഫി, അതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സബ്ജക്റ്റ്. ഈ എല്ലാ സയൻസിൻ്റെയും ബേസ് ഫിലോസഫിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയും ഈ ഫിലോസഫിയിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവിലൂടെയാണ്
ഇതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അത് നമ്മളെല്ലാവരും കോളേജിൽ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം നേടിയെടുക്കാനും പറ്റുന്നത്. ഈ രീതിയിൽ ചിന്തിച്ച് അനലൈസ് ചെയ്ത് ആ ഒരു കോംപ്ലിക്കേറ്റഡ് ഏരിയ കവർ ചെയ്തു. അവർക്ക് ഫിസിക്കലി ഉണ്ടായതെന്ന് പറഞ്ഞാൽ BP ഇങ്ങനെ കൂടി, അത് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് വയറ്റിൽ പോകാൻ തുടങ്ങി. ആദ്യം വയറ്റിൽ പോയി, ബാത്റൂമിൽ പോയി. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അവരെ ഇരിക്കുന്ന ചെയറിൽ മുഴുവനും എല്ലാം വയറ്റിൽ പോവുമായിരുന്നു. അത് കഴിഞ്ഞ് അതിനനുസരിച്ച് മാനേജ് ചെയ്ത് ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ 45 മിനിറ്റ്. ഈ 45 മിനിറ്റിലാണ് അവരുടെ പിത്തം സാധാരണ നിലക്ക് കറക്റ്റായിട്ട് നമ്മൾ സ്നേഹപാനം ചെയ്താൽ വരിക. അപ്പം 45 മിനിറ്റിൽ തന്നെ പിത്തം വൊമിറ്റ് ഔട്ട് ചെയ്ത് അത് കഴിഞ്ഞ് വീണ്ടും ഒരു എൻ്റെ കണക്ക് പ്രകാരം അപ്പോൾ നമ്മൾ ആ സമയമാകുമ്പോഴേക്ക് 6:45 അത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും 7:15 വരെയും പിന്നെ അത് കഴിഞ്ഞിട്ട് 8:15 വരെ എന്നുള്ള 2 മുഹൂർത്തങ്ങളെടുത്ത്, 8:15 അതിനനുസരിച്ചുള്ള ടൈം എടുത്ത് മെഡിസിൻസ് അതിനനുസരിച്ച് കൊടുത്തു. സമയം കഴിഞ്ഞ് കറക്റ്റ് 8:15 ആയപ്പോഴത്തേക്ക് പേഷ്യൻ്റ് നോർമലായി. പേഷ്യൻ്റ് നല്ല ചിരിച്ച് സന്തോഷത്തോടെ പേഷ്യൻ്റെ പാർട്ടീനെ ഈ വമനം ചെയ്ത സാധനങ്ങൾ കാണിച്ചു കൊടുത്തു. ഇത്രയാണ് ഉണ്ടായത്. പിന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഇവരെ കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം ക്ലിയറായി എന്ന് പറയാം. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾ ട്രീറ്റ് ചെയ്യാനുള്ള ആർജവം നമ്മൾ കാണിക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും നമ്മുടെ ഉപജീവനത്തിനല്ല. ഒരുപാട് ആളുകൾ ക്യാൻസറും ഇത്തരം ഇമ്മ്യൂണോ മോഡുലേറ്റഡ് ഡിസീസും കാരണം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾ പഠിച്ച് വന്ന ശാസ്ത്രം നമ്മൾ ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് ആളുകളുടെ പ്രയത്നഫലമായിട്ടും പിന്നെ ഗവൺമെൻറ്റിൻ്റെയും ബാക്കി നമ്മുടെ വീട്ടുകാരുടെ എല്ലാം ശ്രമം പ്രകാരമാണ് നമ്മളൊരു ഡോക്ടറായിട്ട് മാറുന്നത്. അപ്പം നമുക്ക് സമൂഹത്തിനോട് ഒരു ഉത്തരവാദിത്തമുണ്ട്. അത് നമ്മൾ ചെയ്തേ പറ്റൂ. അത് ആയുർവേദത്തിൽ നിന്നാണ് അതിൻ്റെ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണ് ഈ ഇൻട്രിക്കേറ്റഡ് ഡിസോർഡേഴ്സിലേക്ക് ഞാൻ വരുന്നതും ആ ഒരു ഉറപ്പിൻ്റെ പേരിൽ ആണ് ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾ ഞാൻ എടുത്ത് തുടങ്ങിയത്. എൻ്റെ ഉപ്പ ആയുർവേദ ഡോക്ടറായിരുന്നു, ചങ്ങമ്പള്ളി കുഞ്ഞാലംകുരുക്കൾ എന്ന് പറയുന്ന ഡോക്ടറായിരുന്നു. അവരുള്ള കാലത്ത് തന്നെ ഇത്തരം ചികിത്സകൾ ചെയ്ത് വന്നിരുന്നു. പക്ഷെ അന്ന് ഉപ്പാൻ്റെ ഉപദേശം എന്ന് പറഞ്ഞാൽ നന്നായി പഠിക്കുക, നന്നായി കാര്യങ്ങൾ ഡെപ്തിൽ പഠിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ നമ്മൾ ഈ പഠിച്ച് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല, സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. ഇനി എന്തുകൊണ്ട് ക്യാൻസർ നമ്മൾ ആയുർവേദ ഡോക്ടേഴ്സ് ക്യാൻസർ ഇത്തരം രോഗങ്ങളും ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് അടുത്ത സ്ലൈഡ് വഴി നമുക്ക് നോക്കാം.